ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ സോളോ ലെവലിംഗ് എന്ന ജാപ്പനീസ് ആനിമെ ടി വി സീരീസിന്റെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡാണ്. ഇത് നമ്മളുടെ ചാനലിൽ ചെയ്യുന്ന രണ്ടാമത്തെ ആനിമയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ചെയ്തിരുന്ന ആനിമെ നിങ്ങൾ മുഴുവനായി കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ യുദ്ധക്കപ്പലുകളുടെ ഒരു കൂട്ടം ഒരു ചെറിയ ദ്വീപിനു നേരെ അടുക്കുന്നു. അപ്പോൾ ക്രൂയിലെ ഒരു മെമ്പർ ക്യാപ്റ്റനോട് എന്തുകൊണ്ടാണ് താങ്കൾ ഇതുവരെ ഫയർ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളുടെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് വെറുതെയാണെന്ന് അയാൾ പറയുന്നു. ദ്വീപിലെ രാക്ഷസന്മാരിൽ തങ്ങൾക്ക് യാതൊരു സ്വാധീനവുമില്ലെന്ന് ക്യാപ്റ്റന് നന്നായിട്ടറിയാം. പകരം ഇത് ഹണ്ടേഴ്സിനു മാത്രം കൈകാര്യം ചെയ്യുവാനുള്ള പോരാട്ടമാണ്. തുടർന്ന് ആ ദ്വീപിൽ വാളുകളും പരിചകൾക്കുമൊപ്പം മാന്ത്രിക വിദ്യകളും ഉപയോഗിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഭീമാകാരമായ ഉറുമ്പുകളെ ധീരമായി നേരിടുന്നത് കാണിക്കുന്നു. എന്നാൽ ലോ റാങ്ക് ഹണ്ടേഴ്സിനെ ആ രാക്ഷസ ഉറുമ്പുകൾ കീഴടക്കി അവരെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതായി തോന്നുമ്പോൾ തലയിലൊരു ഹുഡി ധരിച്ച മനുഷ്യൻ അവരുടെ ഇടയിലേക്ക് ചാടി വീഴുന്നു. അവന്റെ കൂടെയുള്ള മറ്റു രണ്ട് കൂട്ടാളികൾ ബാക്കി ഉറുമ്പുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഒരു ഹണ്ടറെ അയാൾ തന്റെ ഹീലിംഗ് മാജിക് പവേഴ്സ് ഉപയോഗിച്ച് സുഖപ്പെടുത്തുന്നു. അവർ 3 പേരും എസ് റാങ്ക് ഹണ്ടേഴ്സ് ആണ്, ഏറ്റവും ശക്തർ. അവർ ആത്മവിശ്വാസത്തോടെ അവരുടെ ആക്രമണങ്ങൾ തുറന്നുവിടുന്നു. 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു ഓൾട്ടർനേറ്റ് ഡയമെൻഷനുമായി ബന്ധിപ്പിക്കുന്ന ഗേറ്റുകൾ പെട്ടെന്ന് ലോകമെമ്പാടുമുള്ള ചില സ്ഥലങ്ങളിൽ തുറക്കപ്പെട്ടിരുന്നു. അതിലൂടെ ചില മാജിക്കൽ ബീസ്റ്റുകൾ നമ്മുടെ റിയാലിറ്റിയിലേക്ക് കടന്നു കയറുകയാണ്. അതേസമയം ഈ രാക്ഷസന്മാരെ നേരിടുവാൻ കഴിവുള്ള പുതിയ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്യുന്ന മനുഷ്യർ ഒരു സംഘടന രൂപീകരിക്കുന്നു. ആ ആളുകൾ പിന്നീട് ഹണ്ടേഴ്സ് എന്ന് അറിയപ്പെട്ടു. അവരെ പല റാങ്കുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഈ റാങ്ക് ഏറ്റവും താഴ്ന്നതാണ്. കൂടാതെ ഡി, സി, ബി, എ, പിന്നെ എസ് റാങ്ക് എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. പവർ അനുസരിച്ചാണ് അവരെ റാങ്ക് ചെയ്തിരിക്കുന്നത്. അവരുടെ ശക്തികൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ നിലനിൽക്കുന്നതാണ്. അതൊരിക്കലും ട്രെയിനിങ്ങിലൂടെ വളരുന്നതല്ല. ഇന്നത്തെ കാലത്തെ ഒരു ഇ റാങ്ക് ഹണ്ടറാണ് സങ് ജീനു. എല്ലാ ദിവസത്തെ പോലെയും യാതൊരു പ്രതീക്ഷകളുമില്ലാതെ അവൻ അവന്റെ ജോലിക്ക് പോകുകയാണ്. മറ്റു ഹണ്ടർമാർക്കൊപ്പം ഒരു ലോർ റാങ്ക് പോർട്ടലിന്റെ ഉള്ളിലേക്ക് റെയ്ഡിന് പോകുവാൻ അവൻ തയ്യാറാകുന്നു. മനുഷ്യരാശിയിലെ ഏറ്റവും ദുർബലനായ ഹണ്ടർ എന്ന ഖ്യാതി സങ്ങിനുണ്ട്. എങ്കിലും അവനെ ആരും ഒഴിവാക്കുന്നില്ല. പക്ഷെ അവനെ ഒരു ജോലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ റെയ്ഡ് എളുപ്പമുള്ളതായിരിക്കുമെന്നാണ്. മറ്റു ഹണ്ടർമാർ സ്നേഹപൂർവം അവനെ അഭിവാദ്യം ചെയ്യുന്നു. താൻ മുൻപ് കൂടെ ജോലി ചെയ്തിട്ടുള്ള ഹീലിംഗ് മാജിക് യൂസറായ ജൂഹിയെ സങ് അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. അവന്റെ മുന്നത്തെ റെയ്ഡിൽ നിന്നുള്ള പരിക്കുകൾ കണ്ട അവൾ പരിഭ്രാന്തിയോടെ ജാഗ്രത പാലിക്കുവാൻ അവനെ ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും അവനതിൽ വിഷമങ്ങളൊന്നുമില്ല. പോർട്ടലിന്റെ അകത്തേക്ക് പോകുന്നതിന് മുന്നേ അവൻ അവന്റെ ആയുധങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. അവന്റെ കൈവശം ആകെയുള്ളത് ഒരു ശക്തി കുറഞ്ഞ കത്തിയാണ്. അതിനു പറയത്തക്ക വിധത്തിൽ മാജിക് പവേഴ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് കരുതുവാൻ കഴിയുന്നത് അതുമാത്രമാണ്. മറ്റൊരിടത്ത് ഹണ്ടേഴ്സ് അസോസിയേഷൻ ചെയർമാനായ ഗൺഹി ഒരു കീഴുദ്യോഗസ്ഥനുമായി പോർട്ടലിലെ റെയ്ഡുകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പോയിന്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പോർട്ടലുകളുടെ അകത്തുനിന്ന് രാക്ഷസന്മാരെ പരാജയപ്പെടുത്തി ശേഖരിക്കുന്ന എസൻസ് സ്റ്റോണുകൾക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ ഉയർന്ന ഡിമാൻഡ് ഉണ്ടെന്ന് ഗൺഹി അവനോട് പറയുന്നു. അതുപോലെ ഹണ്ടേഴ്സിന് അവയെ വിറ്റ് ഉപജീവനം നടത്താം. കൂടാതെ ആയുധങ്ങളും ഗീറുകളും നിർമ്മിക്കുവാൻ എസൻസ് സ്റ്റോണുകൾ ഉപയോഗിക്കാം. അവ ശുദ്ധവും സുരക്ഷിതവുമായ എനർജി സോഴ്സുകളായി ഉപയോഗിക്കുവാനുള്ള വഴികൾ ഗവൺമെന്റ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് സങ് ജീനുവെ കാണിക്കുന്നു. റെയ്ഡിനിടയ്ക്ക് തന്റെ ആദ്യ എസൻസ് സ്റ്റോൺ കണ്ടെത്തിയപ്പോൾ അവൻ അതിയായ സന്തോഷത്തിലാണ്. എന്നാൽ ആ സമയം
ഒരു രാക്ഷസൻ അവനെ ആക്രമിക്കുവാൻ വരുന്നു. ആ രാക്ഷസന്റെ ആക്രമണം തടയുന്നതിനിടയ്ക്ക് സങ്ങിന്റെ കത്തി ഒടിയുന്നു. ആ രാക്ഷസൻ ഒരു വാളുകൊണ്ട് അവന്റെ ഒരു വശം തുളയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റൊരു ഹണ്ടർ എത്തി ആ രാക്ഷസനെ പരാജയപ്പെടുത്തുന്നു. തുടർന്ന് സങ്ങിന്റെ മുറിവുകൾ ഉണക്കുവാൻ ജൂഹി തന്റെ മാന്ത്രിക വിദ്യകൾ ഉപയോഗിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി അവനെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്റെ ജീവിതം അപകടത്തിൽപ്പെടുത്തുന്നതിൽ അവൾക്ക് അവനോട് ആശങ്കയുണ്ട്. അങ്ങനെ ആ പോരാട്ടത്തിന് ശേഷം ആ പോർട്ടൽ തടവറയിലെ രാക്ഷസന്മാരുടെ മേധാവിയെ കൊന്നുവെന്ന് ആ സംഘം വിശ്വസിക്കുന്നു. എന്നാൽ ഒരു ഹണ്ടർ ഇരുട്ടിലേക്ക് നയിക്കുന്ന ഒരു തുരങ്കം അവിടെ കണ്ടെത്തുന്നു. കൂടുതൽ മുന്നോട്ട് പോയാൽ കൂടുതൽ കൊള്ളയടിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. അവർക്കിടയിൽ വിവിധ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് പോകണമോ എന്ന് വോട്ടിങ്ങിലൂടെ തീരുമാനിക്കുവാൻ അവർ തീരുമാനിക്കുന്നു. എന്നാൽ അവസാനത്തെ നിർണായക വോട്ട് ചെയ്യേണ്ടത് സങ്ങാണ്. സങ്ങിന്റെ അച്ഛനെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായതാണ്. അവന്റെ അമ്മയാണെങ്കിൽ ആശുപത്രിയിലും. കൂടാതെ സഹോദരിയുടെ കോളേജ് ഫീസ് നൽകുവാനും അയാൾക്ക് പണം ആവശ്യമുണ്ട്. അതിനാൽ അവൻ കൂടുതൽ മുന്നോട്ട് പോയി പരിശോധിക്കുവാൻ വോട്ട് ചെയ്യുന്നു. അതിനിടയിൽ നഗരത്തിൽ 2 കള്ളന്മാർ ചേർന്ന് ഒരു പെണ്ണിന്റെ ബാഗ് തട്ടിയെടുക്കുന്നു. തടയുവാൻ അവിടേക്ക് ഒരു യുവതി വരികയും വായുവിലേക്ക് ചാടി അനായാസമായി ആ പേഴ്സ് വീണ്ടെടുക്കുകയും ചെയ്യുന്നു. മോഷ്ടാക്കളെ മനോഹരമായ ഒരു നീക്കത്തിലൂടെ വീഴ്ത്തുകയും ചെയ്യുന്നു. കാഴ്ചക്കാർ അവൾ ചാഹേനാണെന്ന് തിരിച്ചറിയുന്നു. അവൾ വളരെ ഫേമസ് ആയ ഒരു എസ് റാങ്ക് ഹണ്ടറാണ്. എല്ലാവരും തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ചാഹേൻ പെട്ടെന്ന് തന്നെ ആ രംഗം വിടുന്നു. തിരികെ തുരങ്കത്തിൽ ഹണ്ടേഴ്സിന്റെ സംഘം ഏകദേശം 1 മണിക്കൂറോളം നടന്നതിന് ശേഷം അവരൊരു വലിയ വാതിലിന് മുന്നിൽ എത്തുന്നു. അവർ പ്രവേശിക്കുമ്പോൾ ആ വൃത്താകൃതിയിലുള്ള അറ സ്വയം പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. കൂടുതൽ വെളിപ്പെടുത്തുവാൻ അവർ അത് പൂർണ്ണമായും തുറക്കുന്നു. ഭിത്തികളിൽ കൂറ്റൻ പ്രതിമകൾ. അകത്ത് രാക്ഷസന്മാർ ഒന്നുമില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രതിമയുടെ കണ്ണുകൾ അവരെ തുറിച്ചു നോക്കുന്നത് പോലെ ജൂഹിക്ക് തോന്നുന്നു. അവൾ അതിൽ അസ്വസ്ഥയാണ്. പെട്ടെന്ന് അവരുടെ പിന്നിലെ വാതിലുകൾ അടയുന്നു. ഇത് കണ്ട് ആവേശഭരിതനായ ഒരു ഹണ്ടർ അവിടെ നിന്നും പോകുവാൻ ഉദ്ദേശിച്ച് വാതിലിന്റെ അടുത്തേക്ക് നടക്കുന്നു. വാതിലിന്റെ അടുത്തുള്ള പ്രതിമ ഒട്ടും താമസിക്കാതെ തന്നെ ആ ഹണ്ടറിനെ ആക്രമിക്കുകയും അയാളെ പകുതിയായി മുറിക്കുകയും ചെയ്യുന്നു. അവരെല്ലാം അത് കണ്ട് പരിഭ്രാന്തരാകുന്നു. അവർക്ക് അവിടെ നിന്ന് ഒരിക്കലും പുറത്തു പോകുവാൻ കഴിയില്ലെന്നും ഒരുപക്ഷെ പുറത്തു പോകുവാൻ ശ്രമിച്ചാൽ പ്രതിമകളാൽ കൊല്ലപ്പെടുമെന്നും ഇനി പുറത്തു പോകാതിരുന്നാൽ അവിടെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്ന് വരെ സങ് ചിന്തിക്കുന്നു. അവരെല്ലാം നിശ്ചലരായി അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ പതച്ചു നിൽക്കുകയാണ്. ആ വലിയ പ്രതിമയുടെ കണ്ണിൽ നിന്നും അടുത്ത ആക്രമണം വരുന്നതിന് തൊട്ടുമുൻപേ സങ് പ്രതികരിക്കുകയും ജൂഹിയുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ സാഹചര്യം എത്ര ഭീകരമാണെന്ന് പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നു. ആ സംഘം എല്ലാ അർത്ഥത്തിലും കുടുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ അവസാനം എത്തുമെന്ന് ഉറപ്പാണ്. ഇവിടെ എപ്പിസോഡ് തീരുന്നു.